കാളിദാസനും ഒരു കലാകാരനാണ്. പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ഒരു പാട്ട് പാടാൻ തോന്നുന്നുണ്ടോ? ഇപ്പം ഒരു 10 പാട്ട് പാടാൻ തോന്നുന്നുണ്ട്. എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് അടുപ്പിച്ച് നിന്ന് പാടാം. എന്തായാലും നമുക്ക് വേണേ ഒരു പാട്ടിൽ അങ്ങോട്ട് പോവാം അല്ലേ? നമുക്കപ്പം ആദ്യം ഇന്നലെ രസം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ വേറെ കൂടെ കൂടിയപ്പോൾ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ആ പാട്ട് എപ്പോഴും ഓർമ്മ വരുന്നത്, ആവേശത്തിലെ പാട്ട്. നമുക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് തുടങ്ങാം, ഒരു വൈബ് ആയിക്കോട്ടെ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ട് നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക് കാലം എടുത്തു വെച്ച സ്വർഗം പോലും അണ്ടർ വേൾഡ് ഇല്ലുമിനാണ്ടി ഇല്ലുമിനാണ്ടി അണ്ണൻ കളി നാടൻ കൊലമല്ലോ മീനാണ്ടി. പോരെ, ഇനിയുണ്ട് പാട്ടുകളൊക്കെ കുറെ. എന്നെ വെറുതെ കാളിദാസന്റെ പാട്ടോട് കൂടിയാണ് നമ്മൾ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്, കലോത്സവം തുടങ്ങുന്നത്. സൂര്യഗായത്രിയും കൂടി പാടണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. സൂര്യഗായത്രിയുടെ ഒരു പാട്ട് കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വേണ്ട, ഞാൻ പാടിയ നിങ്ങൾ പാടുപെടും. അതുകൊണ്ട് എന്റെ പാട്ട് വേണ്ട. മറ്റ് പല കലാപരിപാടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും. ഇന്ന് നമ്മുടെ ഫുൾ ക്രൂ എത്തേണ്ടതായിട്ടുണ്ട്. ഈ കലോത്സവം കഴിയുന്നതിന് മുമ്പ് സൂര്യ പാടും. അത് ഉണ്ടാവും, പ്രതീക്ഷിക്കാം. എന്തായാലും ഹരിത ഇനി പറഞ്ഞതുപോലെ ആ 10 മണിക്കായിട്ടുള്ള കാത്തിരിപ്പാണ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 2016 ശേഷം വീണ്ടും തലസ്ഥാനത്ത് എത്തുന്നു. തലസ്ഥാന നഗരിയിലെ ജനങ്ങൾ പൂർണ്ണമായിട്ടും അത് സ്വീകരിക്കും, ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. നിരവധി എല്ലാവരും പറയുന്നുണ്ട് സൂര്യഗായത്രിയുടെ ഒരു പാട്ട് അനിവാര്യമാണെന്നാണ് എല്ലാവരും ഇവിടുന്ന് പറയുന്നത്. അപ്പൊ സൂര്യ ഒരു തുടക്കം കുറിച്ചിട്ട് പോകും. അതെ, ഒന്ന് തുടക്കം കുറെ വിഷയത്തിൽ നിന്ന് തെന്നി മാറിക്കൊണ്ടിരിക്കുക. കറക്റ്റാ പറഞ്ഞത്. ഇല്ല, എനിക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ അത് ഞാൻ ചെയ്യാറുണ്ട്. ഇതങ്ങനെ പറ്റില്ല. കൂട്ടത്തിൽ പാടുക എന്നുള്ളത് ഓക്കെയാ, അത് എല്ലാവരും കൂടട്ടെ, അത് നമുക്ക് അതിൽ നോക്കാം. പക്ഷെ ഒറ്റയ്ക്കുള്ളത് അത് എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. കാരണം നല്ലൊരു ദിവസമാണ്, നല്ലൊരു തുടക്കമാണ്. ഇപ്പൊ കാളിദാസൻ നല്ല പാട്ടൊക്കെ പാടി തുടങ്ങിയ സ്ഥിതിക്ക് ഞാനായിട്ടത് അലമ്പാക്കുന്നത് മഹാ ബോറായിരിക്കും. എന്തായാലും മറ്റ് വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കാളിദാസ് വിശേഷങ്ങൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം